ഹരേ കൃഷ്ണ. നമുക്ക് മംഗളാചരണത്തോടുകൂടെ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലകയാ ചക്ഷുരുന്മീലിതം യേനെ തസ്മൈ ശ്രീ ഗുരവേ നമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം ശ്രീ ചൈതന്യ ഈശ്വരം. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ശലകയാ ചക്ഷുരുന്മീലിതം യേനെ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീ ചൈതന്യ മനോവിഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപ കഥാ മഹ്യം ദദാന്തി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരു ശ്രീയുതാപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാഞ്ച ശ്രീരൂപം സാഗരജാതം സഹഗണ രഘുനാഥാനുതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യ ദേവം ശ്രീരാധാ കൃഷ്ണ പാദാൻ സഹഗണ ലളിത ശ്രീ വിശാഖാന്യദാഞ്ച. ഹേ കൃഷ്ണ കരുണ സിന്ധു ദീനബന്ധു ജഗത്പദേ ഗോപേശ ഗോപിക കാന്ത രാധാ കാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വഞ്ചാകൽപതരുജ്ഞാ കൃപാ സിന്ധൂഭയേവ പതിതാനാം പാവനോഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഓ നമോ ഭഗവതേ വാസുദേവായ, ഓ നമോ ഭഗവതേ വാസുദേവായ, ഓ നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയോദീരേത് നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാം ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തിർഭവതി നശ്രീ. ഹരേ കൃഷ്ണ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമിൻ ഇതി നാമിനേ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പശ്ചാത്യാദേശതാരിണി. ഹരേ കൃഷ്ണ. അപ്പൊ ഗോലോക വൃന്ദാവനത്തിന്റെ ചാർട്ടിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. എങ്ങനെയാണ് ഗോലോക വൃന്ദാവനത്തിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നത്. അതിനു മുൻപ് ഓരോ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ പറഞ്ഞു, ഓരോ ബ്രഹ്മാണ്ടത്തെ കുറിച്ച് പറഞ്ഞു. ആ ഓരോ ബ്രഹ്മാണ്ടത്തിനെ കുറിച്ചുള്ള വിശദീകരണമാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. അപ്പൊ ഈ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, ഓർമ്മയുണ്ടല്ലോ, മഹത്തത്വത്തിലൂടെ എന്ന ആ ഇക്വിലിബ്രിയം സ്റ്റേറ്റിലെ 1000 വർഷങ്ങൾ കൊണ്ടാണ് ആ ഒരു ബ്രഹ്മാണ്ടം ഉണ്ടാകുന്ന പ്രക്രിയ നടക്കുന്നത്. ആ ബ്രഹ്മാണ്ടത്തിനുള്ളിലിട്ട് ഗർഭോദകശായി വിഷ്ണു, ഇതാണ് ഗർഭോദകശായി വിഷ്ണു. എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഗർഭോദകശായി വിഷ്ണു. ആ ഗർഭോദകശായി വിഷ്ണു ശയിക്കുന്നത് ഗർഭോദക സമുദ്രത്തിലാണ്. ആ ഗർഭോദകശായി വിഷ്ണു ഈ ബ്രഹ്മാണ്ടം ഉണ്ടായി കഴിഞ്ഞ് ആ ഒരു ഇക്വിലിബ്രിയം മഹത്തത്വത്തിൽ നിന്നുള്ള ആ ബ്രഹ്മാണ്ടം ഉണ്ടായിക്കഴിഞ്ഞ് ആ ബ്രഹ്മാണ്ടത്തിനുള്ളിലോട്ട് ഗർഭോദകശായി വിഷ്ണു പ്രവേശിക്കുന്നു. അപ്പൊ ഈ ബ്രഹ്മാണ്ടം ഉണ്ടാകുന്നത് ഈ 7 കാര്യങ്ങളിലൂടെയാണ്. മഹത്തത്വ എന്ന് പറയുന്നതാണ് ആദ്യം ഉണ്ടാകുന്നത്. മഹത്തത്വം എന്ന് പറയുന്നത് ഭഗവാനിൽ നിന്ന് തന്നെ വന്ന ആ ഒരു സൃഷ്ടി വൈഭവമാണ്. അത് കഴിഞ്ഞ് ഫാൾസ് ഈഗോ എന്ന് പറഞ്ഞാൽ അഹങ്കാരം. പിന്നെ നമ്മുടെ പഞ്ചമഹാഭൂതങ്ങൾ ഏതൊക്കെയാണ്? ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. അപ്പൊ ഈ ഓരോ ലെയർ, ആദ്യത്തെ മഹാതത്വം എന്ന ലെയർ ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് അഹങ്കാരം ഉണ്ടായി, അത് കഴിഞ്ഞ് ആകാശം, അത് കഴിഞ്ഞ് വായു, അഗ്നി, ജലം, ഭൂമി. ഇങ്ങനെ 7 ലെയർ ഉണ്ട്. ഈ ബ്രഹ്മാണ്ടത്തിന് 7 ആവരണങ്ങളുണ്ട്. ഈ ആവരണങ്ങൾ കടന്നിട്ട് വേണം ഓരോ ആത്മാവിനും ഭഗവാന്റെ അടുത്ത് എത്താൻ. അങ്ങനെ വെറുതെ നമുക്ക് ഭഗവാന്റെ അടുത്ത് എത്താൻ സാധിക്കത്തില്ല. ഈ 7 ആവരണങ്ങളും ഭേദിച്ചിട്ട് വേണം നമ്മൾ ഭഗവാന്റെ അടുത്ത് എത്താൻ. അപ്പൊ ഈ ഗർഭോദകശായി വിഷ്ണുവിന്റെ നാഭിയിൽ നിന്നുള്ള താമരത്തണ്ടിലാണ് ആരിയ്ക്കുന്നത്? ബ്രഹ്മാവ്. ആ ബ്രഹ്മാവില് നോക്കിയേ, ബ്രഹ്മാവിന്റെ ഏറ്റവും മേളിലാണ് ബ്രഹ്മാവ് ഇരിക്കുന്നത്, താമരയില്. ബ്രഹ്മാവിന്റെ ലോകം സത്യലോകം എന്ന് അറിയപ്പെടുന്നു. നമുക്കറിയാം, 14 ലോകങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ലോകമാണ് സത്യലോകം, രണ്ടാമത്തേത് തപലോകം, മൂന്നാമത്തേത് ജനലോകം, നാലാമത്തേത് മഹർലോകം, അഞ്ചാമത്തേത് സ്വർലോകം, ആറാമത്തേത് ഭുവർലോകം, ഏഴാമത്തേത് ഭൂർലോകം, എട്ടാമത്തേത് അതലം, 9 വിതലം,
10 സുതലം, 11 തലാതലം, 12 മഹാതലം, 13 രസാതലം, 14ാമത്തതാണ് പാതാളം. അതിന് താഴെയാണ് നരകലോകം ഉള്ളത്. ആ നരകലോകത്തിലാണ് 28 നരകങ്ങളുണ്ട്. നരകലോകം ഈ പാതാളത്തിന് താഴെയാണ് നരകലോകം സ്ഥിതി ചെയ്യുന്നത്. അതിലാണ് 28 നരകങ്ങളുള്ളത്. അപ്പൊ ഒന്നാമത്തെ സത്യലോകത്തിൽ എന്ന് പറയുന്നത് അത് ഭഗവാൻ ബ്രഹ്മാവിന്റെ സൃഷ്ടികർത്താവായ ലോർഡ് ബ്രഹ്മാവിന്റെ വാസസ്ഥലമാണ്. തപലോകത്തിലാണ് സനത് കുമാരന്മാരെന്നറിയപ്പെടുന്ന 4 കുമാരന്മാര് താമസിക്കുന്നത്. ജനലോകത്തിലാണ് പ്രജാപതികൾ താമസിക്കുന്നത്. മഹർലോകത്തിലാണ് സപ്തർഷികളും ബാക്കിയുള്ള പ്രജാപതികൾ താമസിക്കുന്നത്. ഇനി സ്വർഗലോകത്തിലാണ് ഇന്ദ്രൻ, ചന്ദ്രൻ അങ്ങനെ എല്ലാവരും താമസിക്കുന്നത്. ഭൂവർലോകത്തിലാണ് പിതൃക്കൾ താമസിക്കുന്നത്. ഭൂർലോകത്തിലാണ് നമ്മളെല്ലാവരും വസിക്കുന്നത്. അദലത്തില് മായാസുരന്മാരും മായാദാനവന്മാരും എല്ലാവരും വസിക്കുന്നത് അദലത്തിലാണ്. വിതലത്തില് ഭഗവാൻ ശിവനാണ് വിതലത്തിൽ വസിക്കുന്നത്. ഇനി സുതലത്തിൽ വസിക്കുന്നത് മഹാബലി വസിക്കുന്നത് പാതാളത്തിലോട്ട് ചവിട്ടി താഴ്ത്തി എന്നാണ് പറയുന്നത്. പാതാള ലോകത്തിലോട്ട്, അതായത് അദല, വിതല, സുതല, തലാതല, മഹാതല, രസാതല, പാതാളത്തിനെ പാതാള ലോകങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അതിൽ തന്നെ സുതലത്തിലാണ് ബലി മഹാരാജാവ് താമസിക്കുന്നത്. അതിന്റെ ആ സുതലത്തിന്റെ വാതിലിലെ ദ്വാരപാലകനായിട്ട് ഭഗവാൻ വാമനദേവനാണ് നിൽക്കുന്നത്. ഇനി തലാതലത്തില് മായാസുരന്റെ ഒന്ന് തെറ്റിപ്പോയി. അദലത്തില് മായാസുരന്റെ മക്കളും തലാതലത്തില് മായാസുരനുമാണ് താമസിക്കുന്നത്. ഇനി മഹാതലത്തില് നാഗന്മാരും, രസാതലത്തില് ദൈത്യന്മാരും, പാതാളത്തില് അനേക തലകളോട് കൂടിയുള്ള നാഗങ്ങള്, അതായത് വാസുകി അങ്ങനെയുള്ള പല തരത്തിലുള്ള ഒന്നിൽ കൂടുതൽ തലകളുള്ള നാഗങ്ങൾ താമസിക്കുന്നത് പാതാളത്തില്. അതിന് താഴെ 28 നരകങ്ങള്. അപ്പൊ ഈ ഒരു 14 ലോകങ്ങളെ ഒരു മുത്ത് കോർത്തിണക്കിയ ഒരു നൂലില് മുത്ത് കോർത്തിണക്കിയതുപോലെ ഇങ്ങനെ ഈ താമരത്തണ്ടിൽ കോർത്തിണക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ഈ ഇക്വിലിബ്രിയം തെറ്റി ഒരിക്കലും ഭൂമി ഏതോ സമുദ്രത്തിൽ വീണു? ഗർഭോദക സമുദ്രത്തിൽ വീണു. അങ്ങനെ ഈ ഭൂമി ഗർഭോദക സമുദ്രത്തിൽ വീണപ്പോഴാണ് വരാഹ അവതാരം എടുത്ത് ആ ഭൂമിയെ തിരിച്ചുകൊണ്ട് ഈ 7ാമത്തെ ആ സ്ഥാനത്ത് തന്നെ കൊണ്ടിരുത്തിയത്. വരാഹ അവതാരത്തെ കുറിച്ച് നമ്മൾ കണ്ടു. ആ വരാഹ അവതാര സമയത്ത് ഈ ഭൂമി എന്ന് പറയുന്നത് ഭൂർലോകം ഗർഭോദകശായി വിഷ്ണുവിന്റെ വാസസ്ഥാനമായ ഗർഭോദക സമുദ്രത്തിൽ വീണു. ആ ഗർഭോദക സമുദ്രത്തിൽ വീണപ്പോഴത്തേക്കും അത് എടുക്കാൻ ആർക്കും സാധിക്കാത്തത് കൊണ്ട് ഭഗവാൻ തന്നെ വരാഹ രൂപത്തിൽ വന്ന് ഈ ഭൂർലോകത്തെ യഥാസ്ഥാനത്ത് നിർത്തി. ഇനി ഇതാണ് ഗർഭോദകശായി വിഷ്ണു. ഗർഭോദകശായി വിഷ്ണു എങ്ങനെയാണ്? അനന്തന്റെ രൂപത്തിൽ അനന്തശായിയായി ലക്ഷ്മി സമേതനായിട്ടാണ് ഗർഭോദകശായി വിഷ്ണു നിൽക്കുന്നത്. ഇനി ക്ഷീരോദകശായി വിഷ്ണു എന്ന് പറയുന്നത് പരമാത്മാ രൂപത്തിലുള്ള ഭഗവാൻ തന്നെയാണ്. സ്വർഗലോകത്തിനും മഹർലോകത്തിനും ഇടയ്ക്കാണ് ധ്രുവലോകം. ധ്രുവൻ പറഞ്ഞത് എന്താണ്? എനിക്ക് എന്റെ ബ്രഹ്മാവിന്റെ അത്രയും സ്ഥാനം, ബ്രഹ്മാവിനോളം സ്ഥാനം തന്നെ വേണം, തന്റെ മുത്തച്ഛനേക്കാളും വലിയ സ്ഥാനം വേണം എന്ന് പറയുന്ന അതാണ് ധ്രുവലോകം. സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നതാണ് ധ്രുവലോകം. ഇനി ഇതെല്ലാം വരുന്നത് എവിടെ നിന്നാണ്? കാരണോദാക്ഷായ വിഷ്ണുവിൽ നിന്നാണ്. ഈ കാരണോദാക്ഷായ വിഷ്ണുവിന്റെ ഓരോ രോമകൂപത്തിൽ നിന്നും ഓരോ ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടാകുന്നു. ഇത് കണ്ടാണ് 100 കണക്കിന് ബ്രഹ്മാണ്ടങ്ങളാണ് ഉണ്ടാകുന്നത്. നോക്കൂ, 100 കണക്കിന് ബ്രഹ്മാണ്ടങ്ങള്. ഇതുപോലെ 100 കണക്കിന് ബ്രഹ്മാണ്ടങ്ങള്. ക്ഷീരോദകശായി വിഷ്ണുവിന്റെ പ്രത്യേകത എന്താണ്? അദ്ദേഹം അനന്തശായി അല്ല, ലക്ഷ്മി സമേതനുമല്ല. അനന്തശായി വിഷ്ണു വരുന്നത് എവിടെയാണ്? ഗർഭോദകശായി വിഷ്ണുവിലാണ്.
ഗർഭോദകശായി വിഷ്ണു എന്ന് പറയുന്നത് വൈകുണ്ഠ രൂപത്തിലുള്ള വിഷ്ണുവിന് തുല്യനാണ്. അനന്തശായിയായി ലക്ഷ്മി സമേതനായിട്ടാണ്. ഓരോ ബ്രഹ്മാണ്ടത്തിനും ഉള്ളിലും സർവ്വവ്യാപിയായിട്ട് നിൽക്കുന്നത് ഗർഭോദകശായി വിഷ്ണുവാണ്. ഇനി ഈ ഗർഭോദകശായി വിഷ്ണുവിന്റെ നാഭിയിൽ നിന്നും 17-14 ലോകങ്ങളും ബ്രഹ്മാവും ജനിക്കുന്നു. ഇനി ഈ 14 ലോകത്തിലുമുള്ള ജീവജാലങ്ങൾ, ദൈത്യന്മാരും നാഗന്മാരും അങ്ങനെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ളിൽ ഒരു ഭഗവാനുണ്ട്. ആ ഭഗവാനെയാണ് ക്ഷീരോദകശായി വിഷ്ണു അല്ലെങ്കിൽ പരമാത്മാ സ്വരൂപം എന്ന് പറയുന്നത്. അപ്പൊ ധ്രുവലോകം എന്ന് പറയുന്നത് ധ്രുവ മഹാരാജാവിന് ഭഗവാൻ പ്രത്യേകമായ ഒരു സ്ഥാനം തന്നെ കൊടുത്തിട്ടുണ്ട്. ആ സ്ഥാനത്തിന് ആണ് ബാക്കിയുള്ള ലോകത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ധ്രുവലോകം നിൽക്കുന്നത്. അത് കാണാൻ സാധിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു, ഒരു നക്ഷത്രം പോലെ. അതുകൊണ്ടാണ് ഭൂർലോകത്തിൽ നിന്ന് നമുക്ക് ധ്രുവ നക്ഷത്രം കാണാൻ സാധിക്കുന്നുണ്ട്. പോൾ സ്റ്റാർ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ സയന്റിഫിക് ആയിട്ട് പറയും, പോൾ സ്റ്റാർ. അത് ഈ ഭൂർലോകത്തിൽ നിന്ന് ധ്രുവ നക്ഷത്രത്തെയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ഈ ബ്രഹ്മാണ്ടത്തിന്റെ പകുതിയും ശരിക്കും ഗർഭോദക സമുദ്രമാണ്. ഈ ബ്രഹ്മാണ്ടം 7 ആവരണങ്ങളാൽ രൂപപ്പെട്ടിരിക്കുന്നു: ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, അഹങ്കാരം, മഹത്തത്വം. അപ്പൊ നമ്മൾ ഹരേ കൃഷ്ണ ചൊല്ലുമ്പോഴുള്ള ഗുണം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഹരേ കൃഷ്ണ എന്നും പറഞ്ഞ് ഇങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട്. നോക്കിയേ, ഹരേ കൃഷ്ണ എന്ന് എഴുതിയിരിക്കുന്ന കണ്ട. ഈ ഹരേ കൃഷ്ണ ചൊല്ലുന്നതിലൂടെ ആ ആത്മാവിന് ഈ 7 ആവരണങ്ങളെയും തുളച്ച് എവിടെ എത്താൻ സാധിക്കും? കാരണോദാക സമുദ്രത്തിൽ. കാരണോദാക്ഷായ വിഷ്ണു വസിക്കുന്ന സമുദ്രത്തെയാണ് കാരണോദകായി സമുദ്രം. അതല്ല എന്നുണ്ടെങ്കിൽ വിരജ റിവർ എന്ന് പറയും. അത് രണ്ടും ഒന്ന് തന്നെയാണ്. വിരജ റിവർ, കാരണ സമുദ്രം അല്ലെങ്കിൽ വിരജ റിവർ രണ്ടും ഒന്ന് തന്നെയാണ്. കാരണ സമുദ്രത്തിൽ ശയിക്കുന്ന കാരണോദാകശായി വിഷ്ണുവിന്റെ ഓരോ രോമകൂപത്തിൽ നിന്നും ഉണ്ടാകുന്ന ബ്രഹ്മാണ്ടത്തിൽ നിന്നാണ് ഓരോ ബ്രഹ്മാണ്ടവും ഉണ്ടാകുന്നത്. ആ ബ്രഹ്മാണ്ടത്തിന് 7 ആവരണങ്ങളുണ്ട്. ആ ബ്രഹ്മാണ്ടത്തിൽ സർവ്വവ്യാപിയായിരിക്കുന്ന ഗർഭോദകശായി വിഷ്ണു ഉണ്ട്. ആ വിഷ്ണുവിന്റെ നാഭിയിൽ നിന്നും വരുന്ന താമരത്തണ്ടിൽ 14 ലോകങ്ങളുണ്ട്. ഈ 14 ലോകങ്ങളിലും ഓരോ ജീവജാലങ്ങളിലും ആരുണ്ട്? മറ്റൊരു വിഷ്ണു സർവ്വവ്യാപിയായി നിൽക്കുന്നു. ആ വിഷ്ണുവിനെ വിളിക്കുന്നതാണ് ക്ഷീരോദകശായ വിഷ്ണു. അപ്പൊ പുരുഷാവതാരങ്ങൾ, ഭഗവാന്റെ പുരുഷാവതാരങ്ങളാണ് കാരണോദകശായ വിഷ്ണു, ഗർഭോദകശായ വിഷ്ണു, ക്ഷീരോദകശായ വിഷ്ണു. ഈ 3 അവതാരങ്ങൾ ഒന്നിത്, രണ്ടാമത്തത് ഗർഭോദകശായ വിഷ്ണു, മൂന്നാമത്തെ ക്ഷീരോദകശായ വിഷ്ണു. ഞാൻ ഇവിടെ കാണിച്ചു തരാം. കാരണോദകശായ വിഷ്ണു, ഗർഭോദകശായ വിഷ്ണു, ക്ഷീരോദകശായ വിഷ്ണു. ആ ക്ഷീരോദകശായ വിഷ്ണുവിനെ തന്നെയാണ് പരമാത്മാ സ്വരൂപത്തിൽ കാണാനും സാധിക്കുന്നത്, ചതുർബാഹു രൂപത്തിൽ. ഇനി ഈ വിരജ റിവർ അല്ലെങ്കിൽ കാരണസമുദ്രത്തിൽ നമ്മൾ കാരണസമുദ്രം കാണുന്നുണ്ട്. ഈ കാരണസമുദ്രത്തിന്റെ മുകളിലായിട്ടാണ് മഹാതത്വം, മഹാകാലധർമ്മ. ഈ ഒരു ജ്യോതിയെയാണ് ബ്രഹ്മജ്യോതി എന്നറിയപ്പെടുന്നത്. സദാശിവ ലോകം എന്നൊക്കെ അറിയപ്പെടുന്നതിനെയാണ് ബ്രഹ്മജ്യോതിർ എന്നറിയപ്പെടുന്നത്. അപ്പൊ ശിവന്റെ സ്ഥാനം, ശിവന്റെ ശംഭു എന്നത് കാരണോദക സമുദ്രത്തിൽ തന്നെയാണ്. ശിവന്റെ ശംഭുവും ദുർഗാദേവിയായ മായാദേവിയും ലക്ഷ്മിയായ രമാദേവിയും എല്ലാം കാരണോദക സമുദ്രത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. ഇതാണ് ബ്രഹ്മജ്യോതി എന്ന സങ്കല്പം. അപ്പൊ നമ്മള് വേദങ്ങൾ പഠിക്കുന്നു, അല്ലെങ്കിൽ മഹാഭാരതം, അങ്ങനെയുള്ള അഗ്നിഹോത്രം നടത്തുന്നു, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന വേദങ്ങളുമായി ചേർന്ന് എന്ത് ചെയ്താലും നമ്മൾ എത്തിപ്പെടുന്നത്, പ്രാർത്ഥിക്കുന്ന എങ്ങനെ ബ്രഹ്മജ്യോതിയിൽ എത്തണമെന്നാണ്. ഓം എന്ന സങ്കല്പം വരുന്നത് ഈ ബ്രഹ്മജ്യോതി എന്ന ഭാഗത്താണ്. ബ്രഹ്മജ്യോതിയിലാണ്, അതായത് ഇപ്പൊ ജീസസിനെ പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും മുസ്ലിങ്ങളാണെങ്കിലും അവരെല്ലാം ബ്രഹ്മജ്യോതിസിനെയാണ് പ്രാർത്ഥിക്കുന്നത്.
അങ്ങനെയുള്ളവരെല്ലാം എത്തിച്ചേരുന്നത് ഇവിടെയാണ്, ഈ ബ്രഹ്മജ്യോതിസിലാണ്, ഈ ബ്രഹ്മജ്യോതി എന്ന സങ്കല്പത്തിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഏകപാദ വിഭൂതി, ത്രിപാദ വിഭൂതി, അങ്ങനെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു, ഓർമ്മയുണ്ടോ? അതിലെ ഏകപാദ വിഭൂതിയാണ് ഈ ബ്രഹ്മാണ്ടം. ഇത്രേ ആയിട്ടുള്ളൂ. ഈ ബ്രഹ്മാണ്ടവും ബ്രഹ്മജ്യോതിക്ക് താഴെയുമുള്ളത് മാത്രമാണ് ഏകപാദ വിഭൂതി എന്ന് പറയുന്നത്. ഇത്രയും ഭാഗം. ഇനി ത്രിപാദ വിഭൂതിയാണ് ഇനി മുഴുവനും മേളിലോട്ട് കിടക്കുന്നത്. നോക്കൂ. അപ്പൊ എന്തുമാത്രം ചെറിയ ലോകമാണ് ഈ ഭൂമി എന്നുള്ളത്. ഭൂമി എന്ന് പറയുന്നത്, മനുഷ്യര് വസിക്കുന്ന ഭൂമി എന്ന് പറയുന്നത് ഈ ഏഴാമത് കിടക്കുന്ന ഗർഭോദകശായി വിഷ്ണുവിന്റെ നാഭിയിൽ നിന്ന് വരുന്ന 14 ലോകങ്ങളില് 14 ലോകങ്ങളിലുള്ള ഏഴാമത്തെ ഭാഗം മാത്രമാണ് ഭൂലോകം. ആ ഭൂലോകത്തിലാണ് മനുഷ്യര്. അത് എന്തുമാത്രം കടുകുമണിയോളം ചെറുതാണ്, അത്ര ചെറുതാണത്. ഏകപാദ വിഭൂതിയിൽ തന്നെ അനേകം ബ്രഹ്മാണ്ടങ്ങളിലെ 14 ലോകങ്ങളിലെ ഒരു വളരെ ചെറിയ ലോകം മാത്രമേ ആയിട്ടുള്ളൂ ഭൂലോകം. ഇനി നമ്മൾ പറയുന്ന, നമുക്കറിയാം വൈകുണ്ഠം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ വൈകുണ്ഠം എന്ന് പറയുന്ന ലോകമാണ് അടുത്തത്. ഇതാണ് വൈകുണ്ഠ ലോകം. ആ വൈകുണ്ഠ ലോകത്തിൽ 4 വാതിലുകളുണ്ട്. ആ ഓരോ വാതിലുകൾക്കും ഓരോ പേരുണ്ട്. ആ പേരുകളെല്ലാം ഞാനിവിടെ വായിക്കാം. ബ്രഹ്മജ്യോതിയിലോട്ട് തുറക്കുന്ന ആ വാതിലിനെ വിളിക്കുന്ന പേരാണ് പുണ്ടരിക. പുണ്ടരിക എന്നാണ് ഈ വാതിലിന്റെ പേര്. ബ്രഹ്മജ്യോതിയിൽ നിന്ന് നേരിട്ട് പ്രവേശിക്കാൻ പറ്റുന്ന ആ വാതിലിന്റെ പേരാണ് പുണ്ടരിക. ആ പുണ്ടരികയിലെ 2 പേര് കാവല് നിൽക്കുന്നുണ്ട്. അവരെ വിളിക്കുന്നതാണ് ഭദ്രനും സുഭദ്രനും. ഇനി അടുത്ത വാതില് കുമുദ. കുമുദയില് ചണ്ഡനും പ്രചണ്ഡനുമാണ് കാവല് നിൽക്കുന്നത്. അടുത്തത് ശംഖു കർണ, അടുത്ത വാതിലിന്റെ പേര്. അവിടുത്തെ ദ്വാരപാലകരാണ് ജയനും വിജയനും. ജയനും വിജയനും എല്ലാവർക്കും അറിയാം. ജയവിജയന്മാരാണ് ശാപം കിട്ടിയിട്ട് അസുരന്മാരായിട്ട് 3 ജന്മങ്ങള് ഭൂമിയിൽ എടുത്തത്. അസുരന്മാരായിട്ട് ഹിരണ്യാക്ഷനും ഹിരണ്യകശ്മനും രാവണനും കുംഭകർണനും ശിശുപാലനും ദന്താവക്ത്രനും, അങ്ങനെ 3 ജന്മങ്ങൾ എടുത്ത ദ്വാരപാലകരന്റെ നമുക്കറിയാം ജയവിജയന്മാര്. ഇനി അടുത്ത വാതില്, 4 വാതിലുണ്ടെന്നാണ് പറയുന്നത്, സുമുഖ. അവിടെ നിൽക്കുന്നത് 2 പേരാണ്, ദത്രയും വിധാത്രയും. ഇനി ഇതിന്റെ മൂലകള്, ഈ വൈകുണ്ഠ ലോകത്തിന്റെ മൂലകൾ അറിയപ്പെടുന്നത് വാമന, കുമുദാക്ഷ, സുപ്രതിഷ്ഠ, സർവേന്ദ്ര, ഇങ്ങനെ 4 പേര് അവിടെയും കാവല് നിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം, ഓരോ പണ്ടൊക്കെ രാജ്യം ഭരിക്കുമ്പോഴത്തേക്കും രാജകൊട്ടാരത്തിന് കാവലേർപ്പെടുത്തും. ആ കാവലേർപ്പെടുത്തുമ്പോൾ തന്നെ ഓരോ പരിചാരകരെ ഓരോ വാതിലിനും കാവലായിട്ട് നിർത്തും. അതുപോലെ തന്നെയാണ് വൈകുണ്ഠ ലോകത്തിന്റെ 4 ദിക്കുകളും 4 മൂലകളിലും ഓരോ കാവൽക്കാരുണ്ട്. ആ കാവൽക്കാരുടെ പേരുകളാണ് ഞാനിപ്പോ വായിച്ചത്. ഇനി ഏറ്റവും നടുക്ക് അനന്തശായിയായ ഭഗവാനെ നമുക്ക് സാധിക്കും. അതിൽ തന്നെ ഭഗവാന്റെ പല അവതാര രൂപങ്ങളും ഈ വൈകുണ്ഠലോകം ഒരു താമര പോലെയാണ് വൈകുണ്ഠ ലോകത്തെ ചിത്രീകരിച്ചിരിക്കുന്നത്. വൈകുണ്ഠ ലോകത്തിന്റെ താമരയിലെ ഏറ്റവും നടുവിലാണ് ഭഗവാൻ സ്ഥിതി ചെയ്യുന്നത്. അനന്തശേഷനായ ലക്ഷ്മി സമേതനായ ഭഗവാൻ. ഇനി അതിനു ചുറ്റുമുള്ള ഇതളുകളില് നമുക്ക് കാണാൻ സാധിക്കും സത്യ, ഇഷാമ, പ്രവി, യോഗ, കൃജയ, ജന്മ, അങ്ങനെ പല രീതിയിലുള്ള ഭഗവാന്റെ അവതാരങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഭഗവാന്റെ അവതാരങ്ങൾ കൂടാതെ ഭഗവാന്റെ വിഭൂതികള്, ഭഗവാൻ സൃഷ്ടിച്ച മറ്റു ദേവന്മാരെയും എല്ലാം ഇങ്ങനെ പല പല ഓരോ ഇതളുകളായിട്ട്, മുഴുവൻ 108 ഇതളുകളായിട്ടാണ് മുഴുവൻ വൈകുണ്ഠ ലോകവും ചിത്രീകരിച്ചിരിക്കുന്നത്. ആ 108 ഇതളുകളും ഓരോ
ഭഗവാന്റെ അവതാരങ്ങൾക്കാണ് സ്ഥാനം. ഭഗവാന്റെ അവതാരങ്ങൾക്ക് മാത്രമല്ല, കൂടാതെ ഭഗവാൻ സൃഷ്ടിക്കപ്പെട്ട ഇപ്പം ശിവൻ, പാർത്ഥസാരഥി രൂപത്തിലുള്ള ഭഗവാൻ, അങ്ങനെ പല രൂപത്തിലുള്ള ഭഗവാന്റെ എല്ലാ തരത്തിലുള്ള കാരണം ശിവനും ബ്രഹ്മാവും വിഷ്ണുവും എല്ലാം തന്നെ ഭഗവാന്റെ അവതാരങ്ങളാണ്. അതുകൂടാതെ രതീദേവി, ലക്ഷ്മി ദേവി, പാർവതി ദേവി, സരസ്വതി ദേവി, സംഘർഷണ, അങ്ങനെയുള്ളവരും എല്ലാവരും ആദ്യം തന്നെ ഭഗവാനെ നാലായിട്ട് തിരിക്കാം. വാസുദേവ, അനിരുദ്ധ, പ്രദ്യുമ്ന, സംഘർഷണം. അവര് 4 പേരും ഭഗവാന്റെ 4 ഭാഗത്തും, അതിനും ഇതിലായിട്ട് ലക്ഷ്മി ദേവി, സരസ്വതി ദേവി, രതി, കാന്തി, രമാദേവി, അങ്ങനെയുള്ള ദേവീസ്ഥാനം. അത് കഴിഞ്ഞ് ഭഗവാന്റെ അടുത്ത രൂപം ഋഷികേശ, പത്മനാഭ, അനിരുദ്ധ, ശ്രീകൃഷ്ണ, അങ്ങനെ പല അവതാര രൂപത്തിലുള്ള ഭഗവാന്റെ എല്ലാ അവതാര രൂപങ്ങളും 108 ഇതളുകളിലായിട്ട് 108 ഇതളുകളിലായിട്ട് ഇങ്ങനെ പരന്നു കിടക്കുകയാണ്. അതിൽ തന്നെ പാർത്ഥസാരഥി രൂപമുണ്ട്, ഗണേശ രൂപമുണ്ട്, സ്കന്ദ രൂപമുണ്ട്, വിഭൂതികളുമുണ്ട്, അവതാരങ്ങളുമുണ്ട്. അതെല്ലാം തന്നെ ഈ 108 ഇതളുകളിലായിട്ട് വ്യാപിച്ചു കിടക്കുകയാണ്. അതുകൂടാതെ ഏറ്റവും അവസാനത്തെ ഇതളുകളില് ദ്വാരപാലകരുടെ അടുത്തായിട്ട് ഭഗവാന്റെ ഗദ, ശംഖ്, അതായത് ജയവിജയന്മാരുടെ അവിടെ ഭഗവാന്റെ വാളാണുള്ളത്. ചന്ദ്രപ്രചണ്ഡരുടെ അടുത്ത് ഭഗവാന്റെ ശംഖാണുള്ളത്. പിന്നെ ഏറ്റവും താഴത്ത് വരുന്ന ദ്വാരപാലകന്മാരുടെ ആ വാതിലിനടുത്ത് ഭഗവാന്റെ ഗദയാണുള്ളത്. ഏറ്റവും മുകളില് ഭഗവാന്റെ കലപ്പ. ഇങ്ങനെ എല്ലാം തന്നെ ഭഗവാന്റെ വിഭൂതികളാണെങ്കിലാകട്ടെ, ഭഗവാന്റെ ആയുധങ്ങളാകട്ടെ, എല്ലാം തന്നെ ഈ വൈകുണ്ഠ ലോകത്തിലെ 108 ഇതളുകളുള്ള ആ ഒരു താമരയിലാണ് ഭഗവാന്റെ വിഭൂതികളാണെങ്കിലും അവതാരങ്ങളാണെങ്കിലും ആയുധങ്ങളാണെങ്കിലും എല്ലാം കാണിച്ചിരിക്കുന്നത്. ശ്രീരാമചന്ദ്രനാണെങ്കിലും പത്മം, ഗദാ, പത്മ, ചക്രം എന്നല്ലേ നമ്മൾ പറയുന്നത്. പത്മമാണെങ്കിലും ഇതെല്ലാം ഈ 108, ശ്രീരാമചന്ദ്രനാണെങ്കിൽ അമ്പും വില്ലും, അങ്ങനെ ഇതെല്ലാം ഈ വൈകുണ്ഠ ലോകത്തിലെ 108 ഇതളുകളിലായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇനി ബ്രഹ്മജ്യോതി നമ്മൾ കണ്ടു. ഈ ബ്രഹ്മജ്യോതി കഴിഞ്ഞു വരുന്ന ആ ഒരു ദ്വാരപാലകന്മാര് നിൽക്കുന്നവിടെയാണ് യമന്റെ സ്ഥാനം. യമൻ തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? എങ്ങോട്ടാണ്? വൈകുണ്ഠ ലോകത്തിലോട്ടാണോ അതോ ഗോലോക വൃന്ദാവനത്തിലോട്ടാണോ ഈ ആത്മാവിനെ പറഞ്ഞു വിടുന്നത് എന്ന് യമനും തീരുമാനിക്കാനുള്ള ഒരു നിയമം കൊടുത്തിട്ടുണ്ട്. ഇവരുടെ കർമ്മഫലങ്ങൾ കഴിഞ്ഞിട്ട് ഇവരെ വൈകുണ്ഠ ലോകത്തിലോട്ടോ ഗോലോക വൃന്ദാവനത്തിലോട്ടാണോ അയക്കേണ്ടത്. ഇനി വൈകുണ്ഠ ലോകത്തിനും ഗോലോക വൃന്ദാവനത്തിനും ഇടയ്ക്കാണ് അയോധ്യ സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ അയോധ്യ ഭൂമിയിൽ മാത്രമല്ല, ശ്രീരാമനെ പ്രാർത്ഥിക്കുന്നവര് വൈകുണ്ഠലോകവും കഴിഞ്ഞ് അയോധ്യയിലാണ് എത്തുന്നത്. ഇനി വേദങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗോലോക വൃന്ദാവനത്തിന് 4 വാതിലുകളുണ്ട്. ആ 4 വാതിലുകളില് ഒരു വാതില് സാമവേദം, ഒരു വാതില് ഋഗ്വേദം, ഒരു വാതില് യജുർവേദം, ഒരു വാതില് അഥർവവേദം. ഇങ്ങനെ 4 വാതിലുകളിലായിട്ടാണ് ഗോലോക വൃന്ദാവനം നിർമ്മിച്ചിരിക്കുന്നത്. ഇനി ഈ ഗോലോക വൃന്ദാവനത്തിന്റെ പ്രത്യേകത എന്താണ്? അവിടെ എന്താണ് കാണാൻ സാധിക്കുന്നത്? ഭഗവാന്റെ ബാല്യകാലം. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാണ്. അദ്ദേഹത്തിനെ കാണണമെന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോയി കാണണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുത്ത് കാത്തു നിന്ന് കാണണം. അപ്പൊ ഗോലോക വൃന്ദാവനം എന്ന് പറയുന്നത് ഭഗവാന്റെ വീടാണ്. ആ വീട്ടില് ഭഗവാന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടവരും ഏറ്റവും അടുപ്പമുള്ളവരും മാത്രമേ ഉള്ളൂ. ആ ഗോലോക വൃന്ദാവനം എങ്ങനെയാണ് കാണപ്പെടുന്നതെന്ന് വെച്ചാൽ, നല്ല ചുവന്ന
നിറത്തോടു കൂടിയുള്ള താമര ഇതളുകളാണ്. 108 താമര ഇതളോട് കൂടിയ ഒരു സുവർണ നിറത്തിലുള്ള നടുക്ക് സുവർണ നിറത്തിൽ വന്ന് നല്ല ഭംഗിയുള്ള ഒരു താമര പൂ പോലെയാണ് അതിരിക്കുന്നത്. ആ താമര പൂവിന്റെ നടുക്കാണ് ഗോലോക വൃന്ദാവനം. ഇനി അതിന്റെ ഓരോ ഇതളുകളിലും ആദ്യത്തെ ഇതളുകളിൽ ആരാണുള്ളത്? സപ്തസഖികള്. ലളിത, വിശാഖ, സുചിത്ര, ഇന്ദ്രലേഖ, ഇന്ദുലേഖ, ചമ്പകാലത. ഓർമ്മയുണ്ട പേരൊക്കെ? സുദേവി, തുംഗവിദ്യ. അങ്ങനെ എല്ലാവരും ഈ ആദ്യത്തെ ലെയറിലാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഭഗവാന്റെ അടുത്ത് എങ്ങനെ എത്താം, ഏതൊക്കെ മാധുര്യ രസത്തോടു കൂടിയാണ് നമുക്ക് ഭഗവാന്റെ അടുത്ത് എത്തുന്നതിൽ കാണിക്കുന്നത് ഓരോ ഗോസ്വാമിമാരെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഗോസ്വാമിമാരെ കുറിച്ച്, ഷഡ് ഗോസ്വാമിമാരെ കുറിച്ച്. ആ ഗോസ്വാമിമാരെയാണ് അടുത്തത്. അത് കഴിഞ്ഞ് ഭഗവാന്റെ ഓരോ ലീലകളാണ്. ഭഗവാന്റെ രാസലീല, ഭഗവാന്റെ യശോദ മാതാവുമായിട്ടുള്ള ലീല, ദാമോദര ലീല, തിന്നുന്ന ലീലകള്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ആ ഓരോ ഇതളുകളിൽ ചെല്ലുമ്പോഴും കാണാം. ഭഗവാന്റെ ആ ഓരോ ലീലകളും ആ ഓരോ ഇതളുകളായിട്ടുള്ള ആ ലോകത്താണ് നടക്കുന്നത്. നടുക്ക് എല്ലായ്പ്പോഴും ആര് മാത്രമാണ്? ഭഗവാനും ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട, ആരാണ് ഏറ്റവും പ്രിയപ്പെട്ടത്? രാധാറാണി. ഗോപീജന വല്ലഭ എന്നാണ് പറയുന്നത്. ഗോപീജന വല്ലഭനായ കൃഷ്ണ ഗോവിന്ദായ ഗോപീജന വല്ലഭനായ ഭഗവാൻ രാധാറാണിയോടൊപ്പം വസിക്കുന്നത് ഗോലോക വൃന്ദാവനത്തിന്റെ നടുക്കുള്ള ആ സുവർണ ലോകത്തിലാണ്. ആ സുവർണ ലോകം തന്നെ പല ഭാഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ തന്നെ നമുക്ക് ചൈതന്യ മഹാപ്രഭുവിന്റെ ഒരു ലീലകൾ കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെ ഈ ഗോലോക വൃന്ദാവനത്തിന് തന്നെ 4 ഭാഗങ്ങളുണ്ടെന്ന് പറഞ്ഞു. അതിൽ തന്നെ 3 ആവരണങ്ങളുണ്ട്. ആ ആദ്യം ദ്വാരപാലകനെ കഴിഞ്ഞ് പോകുമ്പോഴത്തേക്കും നമ്മൾക്ക് കാണാൻ കഴിയുന്നത് വേദങ്ങളാണ്. യജുർവേദം അർത്ഥം തരുന്നു. അടുത്ത വാതില് ഋഗ്വേദം ധർമ്മത്തെ തരുന്നു. സാമവേദം കർമ്മത്തെ തരുന്നു. അഥർവവേദം മോക്ഷത്തെ തരുന്നു. അങ്ങനെ ഇനി അഥർവവേദത്തിൽ നിൽക്കുമ്പോഴത്തേക്കും അനിരുദ്ധനാണ് അവിടത്തെ മെയിനായിട്ട് കാത്തു സൂക്ഷിക്കുന്നത്. ഋഗ്വേദത്തിന്റെ ശ്രീ വാസുദേവനും, സാമവേദത്തിന് ശ്രീ പ്രദ്യുമ്നനും, യജുർവേദത്തിന്റെ അവിടെ ശ്രീ സംഘർഷനുമാണ് നിലകൊള്ളുന്നത്. ഇനി അത് കൂടാതെ ഗോലോക വൃന്ദാവനത്തിനുള്ളിലോട്ട് കിടക്കുന്നതിന് മുൻപ് ദ്വാരകാധാമുണ്ട്, അത് കഴിഞ്ഞ് ജഗന്നാഥപുരി ധാമുണ്ട്, പിന്നെ മധുരാധാമുണ്ട്. അത് കൂടാതെ ശ്വേതദ്വീപുണ്ട്. ശ്വേതദ്വീപ് എന്ന് പറഞ്ഞാൽ നല്ല തൂവെള്ള നിറം കലർന്ന ആ ദ്വീപ് ശ്വേതദ്വീപ് എന്നാണെന്നറിയപ്പെടുന്നത്. ആ ശ്വേതദ്വീപിലൂടെയും നമുക്ക് ഗോലോക വൃന്ദാവനത്തിൽ എത്തിപ്പെടാൻ സാധിക്കും. അത് കഴിഞ്ഞ് ഭഗവാന്റെ ഓരോ ലീലകളും മനസ്സിലാക്കുന്നവർക്ക്, ആ ലീലകളോട് ഇഷ്ടമുള്ളവര് ഭഗവാന്റെ ഏറ്റവും അവസാനത്തെ പത്മദളങ്ങളായ ഗോലോക വൃന്ദാവനത്തിൽ തന്നെ പത്മദളങ്ങളിൽ എത്തിപ്പെടും. അങ്ങനെ ഏറ്റവും കൂടുതൽ ഭഗവാന്റെ ലീലാവിലാസങ്ങൾ മനസ്സിലാക്കി ഏറ്റവും അവസാനമാണ് രാധാറാണിയെ മനസ്സിലാക്കി ഭഗവാൻ കൃഷ്ണന്റെ അടുത്തെത്തി ഏറ്റവും ഔന്നത്യമുള്ള ഭഗവാന്റെ ആ ഗോലോക വൃന്ദാവനത്തിന്റെ ഏറ്റവും മധ്യത്തിൽ ചെയ്യുന്ന സുവർണ ലോകത്ത് എത്താൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഇവിടെ എത്തുന്ന ഓരോ വ്യക്തികളും വെറുതെ എത്താൻ സാധിക്കത്തില്ല. ഭഗവാനോട് അത്രയും താതാത്മ്യം പ്രാപിച്ച് ഭഗവാനെ ഞാൻ സേവിക്കാൻ മാത്രമാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ള ചിന്തയോട് കൂടി വരുന്നവർക്ക് മാത്രമേ ഇവിടെ എത്താൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നമ്മൾ അറിയാം, ഭഗവത്ഗീതയില് കർമ്മ ഭക്തി യോഗങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അഷ്ടാംഗയോഗത്തിലൂടെ ഭഗവാന്റെ അടുത്തെത്താൻ സാധിക്കുമെന്ന് പറയുമെങ്കിലും അത് വളരെ ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ടാണ് ഹരേ കൃഷ്ണ 18 പ്രാവശ്യം അല്ലെങ്കിൽ 16 പ്രാവശ്യം ചൊല്ലാൻ പറയുന്നത്? നോക്കൂ, നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു
നൂല് പോലെ അല്ലെങ്കിൽ ഒരു പാട പോലെ ഹരേ കൃഷ്ണ മന്ത്രം ഇങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഹരേ കൃഷ്ണ മന്ത്രം ചൊല്ലുന്നവര് ഈ ഭൂലോകങ്ങളും വൈകുണ്ഠലോകവും ചുറ്റി എവിടെയാണ് എത്തുന്നത്? സാമവേദമായ ആ ഒരു സാമവേദത്തിന്റെ ആ ദ്വാരപാലകര് നിൽക്കുന്ന ശ്രീ പ്രദ്യുമ്നന്റെ അടുത്തുകൂടിയാണ് ഗോലോകത്തിൽ എത്തുന്നത്. അതും എവിടെയാണ് എത്തുന്നത്? ഈ പറഞ്ഞ ലോകങ്ങളിലും എത്താതെ നേരിട്ട് ഭഗവാൻ കൃഷ്ണൻ രാധാസമേതനായിട്ട് നിൽക്കുന്ന ആ സുവർണ ലോകത്താണ് എത്തിപ്പെടുന്നത്. അപ്പൊ ഇപ്പൊ ഈ സമയത്തെല്ലാം തന്നെ നമ്മൾ ഹരേ കൃഷ്ണ ചൊല്ലുമ്പോഴത്തേക്കും നമുക്ക് തോന്നും, എനിക്ക് നരസിംഹലോകത്തിൽ എത്തിയാൽ മതി. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന നരസിംഹം എന്ന് പറയും. ആ നരസിംഹലോകം എന്ന് പറയുന്നത് ഇവിടെയാണ്. അതായത് വൈകുണ്ഠ ലോകത്തിൽ, ഈ നീല കളർ കാണുന്ന ലോകത്തില് ഒരെണ്ണം നരസിംഹലോകമാണ്. അപ്പൊ ഈ ഹരേ കൃഷ്ണ ചൊല്ലുന്ന സമയത്ത് എനിക്ക് തോന്നും, ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നരസിംഹ ഭഗവാനെയാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഗോലോകത്തിൽ എത്താൻ സാധിക്കത്തില്ല. ഞാൻ എവിടെയായിരിക്കും എത്തുന്നത്? നരസിംഹലോകത്തിൽ. എവിടെ തന്നെ? വൈകുണ്ഠ ലോകത്തിൽ. ഇനി ഭീഷ്മ പിതാമഹനെ പോലുള്ളവർ പാർത്ഥസാരഥി രൂപത്തിലുള്ള ഭഗവാനെയാണ് ഇഷ്ടപ്പെട്ടത്. അങ്ങനെയുള്ള ഭീഷ്മ പിതാമഹര് എവിടെയായിരിക്കും? ഇതേ വൈകുണ്ഠ ലോകത്തില് പാർത്ഥസാരഥി ലോകത്തിൽ എത്തിപ്പെടും. പക്ഷെ ഇഷ്കോൺ എപ്പോഴും ചിന്തിക്കുന്നത് ഗോലോക വൃന്ദാവനത്തിൽ ഭഗവാന്റെ സേവനം ചെയ്യാൻ എത്തണമെന്നാണ്. അങ്ങനെയുള്ളവര് എത്തിപ്പെടുന്നത് ഈ സുവർണ ലോകമായ ഗോലോക വൃന്ദാവനത്തിലാണ്. ഇനി ഇങ്ങനെ ഹരേ കൃഷ്ണ ചൊല്ലുന്ന സമയത്ത് എനിക്ക് ദ്വാരകാധാമിൽ എത്തിയാൽ മതി എന്ന് പറയുമ്പോൾ എത്തിപ്പെടുന്നത് ദ്വാരകാധാമത്തിലാണ്. ഇനി ജഗന്നാഥനെ മാത്രം മനസ്സിൽ വിചാരിച്ച് ജഗന്നാഥപുരി ആണെങ്കിൽ ഗോലോകത്തിലെ തന്നെ ആ ഒരു ആവരണമായ ജഗന്നാഥപുരിയിലെ എത്തിച്ചേരത്തുള്ളൂ. ഇനി മധുരാധാമില് ജനിച്ചവരും മധുര ഭഗവാനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരും എവിടെ എത്തുള്ളൂ? അടുത്ത മൂന്നാമത്തെ ആവരണമായ മധുരയിലായിരിക്കും എത്തിച്ചേരുന്നത്. ഇതൊന്നുമില്ലാതെ മുഴുവൻ സമയവും ഗോപീജനവല്ലഭന്മാരായിട്ട് നിൽക്കുന്ന ഗോപികമാരെ പോലുള്ളവരും യശോദാമാതാവിനെ പോലുള്ളവരും മുഴുവൻ സമയവും ഭഗവാനെ കുറിച്ച് മാത്രം ചിന്തിച്ചിരിക്കുന്ന കുന്തിദേവിയും അർജുനെ പോലുള്ളവരും ഒക്കെ എവിടെയാണ് എത്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നത്? ഭഗവാന്റെ സുവർണ ലോകമായ ഇവിടെ ഗോലോക വൃന്ദാവനത്തിൽ. ഇനി മുഴുവൻ സമയവും ഹരേ കൃഷ്ണ ചൊല്ലണം, ഭഗവാന്റെ ലീലകളെ കുറിച്ച് അറിയണം. എന്നാൽ മാത്രമേ ഓരോ ഇതളുകളും താണ്ടി നമ്മൾക്ക് ഈ സുവർണ ലോകത്തില് ചിന്താമണി ശരീരത്തോടു കൂടി എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ കൃഷ്ണലോകം, ഗോലോക വൃന്ദാവൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ സുവർണ ദളങ്ങളോട് കൂടിയ പത്മങ്ങളായിട്ടുള്ള ആ ഒരു ഇതളുകളെയാണ് ഗോലോക വൃന്ദാവനം എന്നറിയപ്പെടുന്നത്. ഗോലോക വൃന്ദാവനവും വൈകുണ്ഠവും ഏകദേശം ഒരുപോലെയാണെങ്കിലും ഗോലോക വൃന്ദാവനം ഭഗവാന്റെ സ്വന്തം ധാമമാണ്, ഭഗവാന്റെ വീടാണ്. വൈകുണ്ഠം എന്ന് പറയുന്നത് നമ്മൾക്ക് ഒരു ഓഫീസ് പോലെ ചിന്തിക്കാം. അപ്പൊ വൈകുണ്ഠത്തിൽ എത്തപ്പെടണമെങ്കിലും വൈകുണ്ഠ ലോകത്തിൽ എത്തപ്പെടണമെങ്കിലും അത്ര ഈസി അല്ല. നമ്മൾ കുറെ കടമ്പകളിലൂടെ കടന്ന് മാത്രമേ വൈകുണ്ഠ ലോകത്തില് എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ പലപ്പോഴും ഈ ഭൂമിയിലുള്ള മനുഷ്യർക്ക്, സാധാരണക്കാർക്ക്, ഭക്തരല്ലാത്തവർക്കാണെങ്കിലും ഇങ്ങനെ ഒരു ലോകത്തെക്കുറിച്ച് ഉണ്ടെന്ന് പോലും അറിയാതെ മുഴുവൻ സമയം ഏത് മാത്രമേ അറിയത്തുള്ളൂ? സ്വർഗലോകം വരെ അറിയുള്ളൂ. ഈ ബ്രഹ്മാണ്ടവും ഈ ബ്രഹ്മാണ്ടത്തിന്റെ 17 ലോകങ്ങളും ഭൂവർലോകവും സ്വർഗലോകം മാത്രമേ പലപ്പോഴും അറിയാൻ സാധിക്കുകയുള്ളൂ. യഥാർത്ഥ ഭക്തന്മാർക്ക് മാത്രമേ ഗോലോക വൃന്ദാവനം എന്താണെന്നും ഭഗവാന്റെ യഥാർത്ഥ വാസസ്ഥാനം എന്താണെന്നും അവിടെയാണ് ഓരോ ആത്മാവും തിരിച്ചെത്തേണ്ടതെന്നും മനസ്സിലാക്കുന്നത്. ഇത് വളരെ ചെറിയ രൂപത്തിലാണ് ഞാൻ ഇന്ന് ഗോലോക വൃന്ദാവനത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഹരേ കൃഷ്ണ.
ഹരേ കൃഷ്ണ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് ചാറ്റ് എല്ലാവർക്കും കാണാൻ സാധിക്കുമെന്നും വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ. ഓക്കെ. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരുജ്ഞാ കൃപാ സിന്ധൂപ ഏവ ച പതിതാനാം പാവനോഭ്യോ വൈഷ്ണവേഭ്യോ